കേരളത്തിൻ്റെ അധികാരസ്ഥിര കേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്നും രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നേരെ ദില്ലിയിലേക്ക് നീളുകയാണ്. മുഖ്യമന്ത്രി കസേര എന്ന വലിയ സ്വപ്നം കണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചതുരംഗത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ വി.ഡി. സതീശൻ്റെ വൻ തകർച്ചയ്ക്കാണിപ്പോൾ AICC ആസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പെങ്കിലും ലഭിക്കുമെന്ന സതീശൻ ക്യാമ്പിൻ്റെ അവസാന പ്രതീക്ഷയും അസ്ഥാനത്താവുകയാണ്. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ധനമന്ത്രി സ്ഥാനം മാത്രം നൽകിയാൽ മതിയെന്ന നിർണായക തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിക്കഴിഞ്ഞു എന്നാണ് ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ഞായറാഴ്ചയോടെ AICC ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ധനമന്ത്രി സ്ഥാനം എന്ന ഈ വാഗ്ദാനം സ്വീകരിക്കാൻ സതീശൻ തയ്യാറാകുമോ അതോ വെറുമൊരു MLA ആയി ഒതുങ്ങുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സതീശന് വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളൊക്കെ കോടികൾ ഒഴുക്കിയുള്ള പെയ്ഡ് PR വർക്കുകൾ മാത്രമാണെന്നാണ് എതിർഭാഗത്തിൻ്റെ വാദങ്ങൾ. അതിന് ഏറ്റവും വലിയ തെളിവായി ചില കാര്യങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നു. ദൃശ്യമാധ്യമങ്ങളിലെ ചിലരെ വിലക്കെടുത്തും പെയ്ഡ് കാർഡുകൾ ഇറക്കിയും ഓട്ടോമേറ്റഡ് മെസ്സേജുകൾ വഴി കൃത്രിമമായ ജനപിന്തുണ ഉണ്ടാക്കിയെടുത്തും മുഖ്യമന്ത്രി വി.ഡി. എന്നൊരു വലിയ ഇമേജ് സൃഷ്ടിക്കാൻ സതീശൻ്റെ മാർക്കറ്റിംഗ് ടീം പെടാപ്പാട് പെടുകയാണെന്നാണ് ആരോപണം. എന്നാൽ യഥാർത്ഥ ഗ്രൗണ്ട് സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ വിളിച്ചു പറയുന്നുണ്ട്. ഒരു ട്രാഫിക് സിഗ്നലിനടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു ഗുഡ്സ് ഓട്ടോയുടെ പിറകിൽ കയറി നിന്ന് ഒരാൾ തൊണ്ട പൊട്ടി കൂവുന്നതാണ് ആ ദൃശ്യം. അയാളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് വാട്ടർ കുപ്പിയിൽ മണ്ണെണ്ണയോ പെട്രോളോ അങ്ങനെ എന്തോ ഉയർത്തിപ്പിടിച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് അലറുകയാണ്. ചുറ്റും ഒരു ആൾക്കൂട്ടവുമില്ല. കൂടെ ഏറ്റുവിളിക്കാൻ ഒരൊറ്റ അനുയായി പോലുമില്ല. വെറുതെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന വണ്ടിക്കാരെ നോക്കി കഴുത്തിലൊരു കോൺഗ്രസ് ഷാളുമിട്ട് ആവേശത്തിന് മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഒറ്റയാൾ പോരാളി മാത്രമാണ് സതീശൻ്റെ ആകെയുള്ള ജനപിന്തുണ എന്ന് തോന്നിപ്പോകും. കോടികൾ പൊടിച്ച് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചെടുത്ത ആ കൃത്രിമ കുമിളയുടെ യഥാർത്ഥ മുഖമാണ് ഈ മണ്ണെണ്ണ കുപ്പി വിപ്ലവത്തിലൂടെ മലയാളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. PR ടീമിൻ്റെ ഈ വക്രബുദ്ധിയൊന്നും പക്ഷേ ഹൈക്കമാൻഡിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് സത്യം. സതീശൻ്റെ ഈ ദയനീയ വീഴ്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കോൺഗ്രസ് MLA-മാരുടെ നിലപാട് തന്നെയാണ്. നിയമസഭയിലെ കോൺഗ്രസ് MLA-മാരിൽ ബഹുഭൂരിപക്ഷവും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിവുറ്റ യുവാക്കളെ കണ്ടെത്തി അവർക്ക് ടിക്കറ്റ് നൽകിയതും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാവശ്യമായ ഫണ്ടുകൾ കൃത്യമായി എത്തിച്ചു നൽകിയതുമെല്ലാം KCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് തന്നെ വിജയിപ്പിച്ച നേതാവിനൊപ്പം ഉറച്ചു നിൽക്കാൻ MLA-മാർ തീരുമാനിച്ചതോടെ സതീശൻ്റെയും ഗ്രൂപ്പ് മാനേജർമാരുടെയും PR ഏജൻസികളുടെയും കണക്കുകൂട്ടലുകൾ ഒന്നാകെ തെറ്റിപ്പോവുകയായിരുന്നു. മുൻകാലങ്ങളിൽ സതീശൻ പയറ്റിയ രാഷ്ട്രീയ ചതിയുടെ കർമ്മഫലം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം പിണറായി സർക്കാർ തുടർഭരണത്തിലെത്തിയപ്പോൾ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റാൻ ചരടുവലിച്ചത് ഇതേ സതീശനായിരുന്നു. ഹരിത MLA-മാരെ കൂട്ടുപിടിച്ചായിരുന്നു അന്ന് തൻ്റെ മുതിർന്ന സഹപ്രവർത്തകനെ അദ്ദേഹം ഒതുക്കിയത്. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ സതീശൻ പയറ്റിയ മറ്റൊരു അപകടകരമായ തന്ത്രം കടുത്ത വർഗീയ പ്രീണനമായിരുന്നു. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ ഉറപ്പാക്കാൻ വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹം നിരന്തരം പ്രസ്താവനകൾ ഇറക്കി. ഇതൊരു വലിയ മതേതര നിലപാടാണെന്ന് തെറ്റിദ്ധരിച്ച് ലീഗ് നേതൃത്വം സതീശന് പിന്നിൽ അണിനിരന്നു. എന്നാൽ ലീഗിൻ്റെ ഈ അന്ധമായ പിന്തുണയും സൈബർ ഇടങ്ങളിലെ ഒരു വിഭാഗം ജമാഅത്ത് അനുകൂലികളുടെ വാദഗതികളും സമൂഹത്തിൽ വലിയ തോതിലുള്ള ഹൈന്ദവീകരണത്തിന് വഴിവെക്കുന്നു എന്ന അപകടകരമായ യാഥാർത്ഥ്യം സതീശൻ സൗകര്യപൂർവ്വം മറന്നുവച്ചു. മറുവശത്ത് മുസ്ലിം സമുദായത്തിലെ തന്നെ വലിയൊരു വിഭാഗം KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇതിന് കൃത്യമായ കാരണമുണ്ട്. ദേശീയ തലത്തിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടുന്ന KCയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്കുള്ള ജനകീയ അംഗീകാരമായാണ് അവരുടെ പിന്തുണ. ഇവിടെയാണ് സതീശനെതിരെ ഉയരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന് ദുരൂഹമായ BJP ബന്ധം. BJP സഖ്യകക്ഷികളുടെ ആതിഥ്യം സ്വീകരിച്ച് വി.ഡി. സതീശൻ ബാംഗ്ലൂരിലേക്ക് നടത്തിയ രഹസ്യ ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര വലിയ സംശയങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. 2031 കേരളം പിടിക്കാമെന്ന് സ്വപ്നം കാണുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് അവരുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളുടെ അവസാനമാണ്. KC മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ BJPക്ക് വളരാനുള്ള എല്ലാ സ്പേസും അടയുമെന്നാണ് KC അനുകൂലികളുടെ വാദം. അതുകൊണ്ട് തന്നെ KC മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തരുത് എന്നത് സതീശനേക്കാൾ വലിയ ആവശ്യമായി മാറിയിരിക്കുന്നത് BJPക്കാണ്.
ഈ യാത്രയ്ക്ക് പിന്നിലെ BJPയുടെ കരങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ദേശീയതലത്തിൽ KC വേണുഗോപാൽ നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വൻ വിജയം അദ്ദേഹത്തിന് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം അരക്കിട്ടുറപ്പിക്കുന്നു. AICC നിശ്ചയിച്ചിട്ടുള്ള ഒരു നേതൃത്വ തെരഞ്ഞെടുപ്പും ഇതുവരെ പാളിയിട്ടില്ല. കർണാടകയിൽ സിദ്ധരാമയ്യ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരെ മുഖ്യമന്ത്രിയാക്കിയ തീരുമാനം സംസ്ഥാനങ്ങളിൽ മികച്ച ഭരണത്തിനാണ് വഴിയൊരുക്കിയത്. മറിച്ച് പഞ്ചാബിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് AICC തീരുമാനങ്ങളെ വെല്ലുവിളിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തമ്മിലടിച്ചതുകൊണ്ടും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പിടുത്തം കൊണ്ടുമാണ്. ഇത് മനസ്സിലാക്കിയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കേരളത്തിൽ കർശന ഇടപെടൽ നടത്തുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ KCയുടെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നാണ് KC അനുകൂലികൾ പറയുന്നത്. നടൻ വിജയുടെ പാർട്ടിയായ TVKയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത് KC ആയിരുന്നു. എന്നാൽ തമിഴ്നാട് സംസ്ഥാന ഘടകത്തിൻ്റെ താൽപ്പര്യം മാനിച്ച് അദ്ദേഹം തീരുമാനത്തിൽ നിന്നും പിന്മാറി. ദശാബ്ദങ്ങളായി DMKയ്ക്കൊപ്പം നിന്നിട്ടും കോൺഗ്രസിന് അർഹമായ പരിഗണനയോ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമോ ലഭിച്ചില്ല എന്നാണ് പരാതി. കേവലം 27 സീറ്റുകൾ മാത്രമാണ് അവർ നൽകിയത്. KC പറഞ്ഞതുപോലെ അന്ന് വിജയ്ക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ 70 മുതൽ 80 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു. വിജയ് തരംഗത്തിൽ ചുരുങ്ങിയത് 50-ൽ കൂടുതൽ MLAമാരെങ്കിലും തമിഴ്നാട്ടിൽ കോൺഗ്രസിന് സ്വന്തമായി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ വെറും 5 MLAമാർ മാത്രമുള്ള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനമാണ് വിജയ് വാഗ്ദാനം ചെയ്തത്. DMK ആകട്ടെ കോൺഗ്രസിൻ്റെ വർഗീയ വിരുദ്ധ നിലപാടുകളെ കാറ്റിൽ പറത്തി BJP പിന്തുണയുള്ള ADMKയുമായി സഖ്യമുണ്ടാക്കി എങ്ങനെയും സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവരുടെ വാദം. ഒടുവിൽ KC പറഞ്ഞതാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് KC അനുകൂലികൾ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം സൗകര്യപൂർവ്വം KCയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി വെറും കുത്തിത്തിരിപ്പ് മാത്രമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ്. അത് തകർന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം PR കോട്ടയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള അവസാനത്തെ ഒരു വിഫല ശ്രമം മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് KC വേണുഗോപാലുള്ള വിശ്വാസം അചഞ്ചലമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കോടികൾ ഒഴുക്കിയുള്ള പെയ്ഡ് PR വർക്കുകൾക്കും ഗുഡ്സ് ഓട്ടോയിലെ മണ്ണെണ്ണക്കുപ്പി പ്രഹസനങ്ങൾക്കും ദുരൂഹമായ ബംഗളൂരു യാത്രകൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഇനി പുല്ലുവില പോലുമില്ല. കാത്തിരിപ്പ് ഈ വരുന്ന ഞായറാഴ്ചയിലെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലാണ്. ദില്ലിയിൽ നിന്നും വരുന്ന അന്തിമ തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ എന്തു മാറ്റമുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.